യു.എയിൽ ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് ജോലി വിട്ടാൽ അയാൾ കമ്പനിയുടെ മൊബൈൽ ഫോണും സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജോലി വിടുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. ചില ആളുകളെങ്കിലും ഇത് കൊടുക്കാതെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും. വലിയ കമ്പനിയാവുമ്പോൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് ബില്ലിങ്ങനെ വന്നു കയറി ഈ ആളിവിടെ ഇല്ല, ഈ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ കമ്പനി മനസ്സിലാക്കുമ്പോഴാണ് ഇതാരുപയോഗിച്ചിരുന്നു, ആര് കൊണ്ടുപോയി, തിരിച്ചു വാങ്ങാത്തത് എന്താണ്, വീണ്ടും ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കേസെടുക്കുക. 1, 2, 3, 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. അത്തരമൊരു സംഭവം ഇതാ ഉണ്ടായിരിക്കുന്നു. ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോയ ഒരു യുവതി, പ്രവാസി വനിതയാണ്. അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന പിഴ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ 1,18,000 പരം ദിർഹമാണ്. ഇത്രയും കാലം ഉപയോഗിച്ചത് ഒരുപക്ഷെ കമ്പനി അറിയാതെ അടച്ചുകൊണ്ടിരുന്നതാകാം. വലിയ വലിയ കമ്പനികളിൽ ഇങ്ങനെ ഒരു ബില്ല് മാത്രം നോക്കാനുള്ള സിസ്റ്റമൊന്നും പെട്ടെന്നൊരു ദിവസം ഉണ്ടാകണമെന്നില്ല. വലിയ ഓഡിറ്റിങ്ങിൽ മാത്രം ശ്രദ്ധയിൽപ്പെടാവുന്ന കാര്യമാകാം. അതുകൊണ്ട് ഒരു തൊഴിലാളിയുടെ അവകാശം എന്ന രൂപത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് തിരികെ കൊടുക്കാനുള്ള മനസ്സ് എന്ന കാര്യം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട കോടതി ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല 2023 ഈ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഈ ടെലികോമുമായി ബന്ധപ്പെടുത്തിയിട്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഫോണോ സിം കാർഡോ മിസ്സായാൽ, ലോസ്റ്റ് എന്ന കാറ്റഗറി വന്നാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത് പോലീസിലാണോ ഡിപ്പാർട്ട്മെൻറ്റിലാണോ എവിടെയാണെങ്കിലും അക്കാര്യം അറിയിച്ചിരിക്കണം. ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ് റെഗുലേറ്ററി അതോറിറ്റി ഇക്കാര്യം പറയുന്നത്. ഇതെല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ്.